ഇനി മൂന്നാമത്തെ ഹദീസാണ്, ഞാൻ വായിക്കാം. അഖ്റജ മുസ്ലിമുൻ അൻ അബി സയ്യിദിൻ റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ സയ്യിദ് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സ്വഹാബിയായ അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫജ്റ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെയും കൊണ്ട് സുബ്ഹി നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞ് വസഅദൽ മിമ്പറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കയറി. ഞങ്ങളോട് പ്രസംഗിക്കാനായി, ഉപദേശിക്കാനായി മിമ്പറിൽ കയറുകയാണ്. അങ്ങനെ മിമ്പറിൽ കയറി ഫഖതബനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പ്രഭാഷണം നടത്തി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി പ്രസംഗം ആരംഭിച്ചു. ഹത്താ ഹളറത്തിൽ ളുഹുർ, ളുഹുർ നിസ്കാരം ആകുന്നത് വരേക്കും ഞങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഭാഷണം നടത്തി, പ്രസംഗം നടത്തി. ഫനസല, അങ്ങനെ ളുഹുറിൻ്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി. ഫസ്വല്ല, എന്നിട്ട് അവിടെ നിന്ന് നിസ്കാരം നിർവഹിച്ചു, ളുഹുർ നിസ്കരിച്ചു. സുമ്മ സഅദൽ മിമ്പറ, വീണ്ടും ളുഹുർ നിസ്കാരവും കർമ്മങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും മിമ്പറിലേക്ക് റസൂലുള്ളാഹി കയറി. ഫഖതബന, വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പ്രസംഗിച്ചു. ഹത്താ ഹളറത്തിൽ അസ്റു, അസ്ർ നിസ്കാരം ആവുന്നത് വരേക്കും വീണ്ടും പ്രഭാഷണം നടത്തി. സുമ്മ നസല, അസറിൻ്റെ സമയമായപ്പോൾ അസർ നിസ്കരിക്കാനായി റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി. ഫസ്വല്ല, അങ്ങനെ അസർ നിസ്കരിച്ചു. സുമ്മ സഅദൽ മിമ്പർ, പിന്നെ മിമ്പറിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും കയറി. ഫഖതബന, അങ്ങനെ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ചു. ഹത്താ ഖറുബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും ഞങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചു. അതായത് മഗ്രിബ് വരെ, സുബ്ഹ് മുതൽ മഗ്രിബ് വരേക്കും ഉജ്ജ്വലമായ പ്രസംഗം തന്നെ. 2 നിസ്കാരങ്ങൾ അതിനിടക്ക് നിർവഹിച്ചു, വീണ്ടും പ്രസംഗം തുടർന്നു. ആ പ്രസംഗത്തിലുണ്ടായ കാര്യങ്ങൾ സ്വഹാബി പറയുകയാണ്. ഫഅഖ്ബറന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. ബിമാ കാന വ ബിമാ ഹുവ കായിനുൻ, മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. വബിമാ ഹുവ കായിനുൻ, ഭാവിയിൽ വരാൻ പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വരാൻ പോകുന്ന വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, വരാൻ പോകുന്ന കാര്യം ഞങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. സ്വഹാബി പറയുകയാണ്, ഫഅഅലമുനാ അഹ്ഫളുനാ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഹിഫ്ളാക്കി, മനപ്പാടമാക്കി വെച്ചിട്ടുള്ളവരാരോ അവരാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിവരമുള്ളവർ. കാരണം അത്രയും കൂടുതൽ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഹൃദിസ്ഥമാക്കി വെച്ചവരാരോ അവരാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മനപ്പാടമുള്ളവർ. എല്ലാവർക്കും അതിന് അങ്ങനെ മനപ്പാടമാക്കാനും ഹൃദിസ്ഥമാക്കാനുമുള്ള ആ അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് ഹൃദിസ്ഥമാക്കിയവരാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിവരമുള്ളവർ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അദൃശ്യജ്ഞാനത്തെക്കുറിച്ചുള്ള അദൃശ്യജ്ഞാനങ്ങളുടെ കലവറകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് തുറന്നു കൊടുത്തത്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ ഹൃദിസ്ഥമാക്കിയവരുണ്ടോ അവരാണ് ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിവരമുള്ളവർ എന്ന് സ്വഹാബിയായ അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു.